നമസ്കാരം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈനിലൂടെ എങ്ങനെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഗൂഗിളിൽ K-Smart എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ പുതിയ വിൻഡോയിൽ lstkerala.gov.in എന്നുള്ള ആദ്യത്തെ ലിങ്ക് സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ K-Smartൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നത് കാണാം. മുകൾ വശത്തായി രജിസ്റ്റർ, ലോഗിൻ എന്നുള്ള രണ്ട് ഓപ്ഷനുകൾ കാണാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്വിക്ക് സർവീസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിന് താഴെയായി ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഈ കാണുന്ന പുതിയ പേജിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ പുതിയ വിൻഡോയിൽ നോർമൽ സെർച്ച്, സ്മാർട്ട് സെർച്ച് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ അറിയാവുന്നവർ സ്മാർട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ അറിയാത്തവർ നോർമൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. അടുത്തതായി ഇവിടെ ബർത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ജനിച്ച സ്ഥലം ഏതാണോ അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ എൻ്റർ ചെയ്തു കൊടുക്കേണ്ടത്. ആദ്യമായി ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക. അടുത്തതായി ലോക്കൽ ബോഡി ടൈപ്പാണ്. അതിൽ മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി, ജനിച്ച സ്ഥലം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക. അതിന് താഴെയായി മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് ജനന തീയതി ഏതാണെന്നുള്ളത് കറക്റ്റായി ഇവിടെ എൻ്റർ ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് മദേഴ്സ് നെയിം, കുട്ടിയുടെ അമ്മയുടെ പേര് എന്താണെന്നുള്ളത് കറക്റ്റായി ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ കാണുന്ന സെർച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. പുതിയതായി ഓപ്പണായി വരുന്ന ഈ പേജിൽ ബർത്ത് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഡീറ്റെയിൽസിൻ്റെ മുകളിലായി സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. അത് സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കൊടുത്ത് മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ PDF ഫോർമാറ്റിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയി വരുന്നത് കാണാം. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.